റാത്തല്ല എന്താ പറയുക. ഇന്നിവിടെ JCB കയറി ഫുള്ള് റെഡി ആക്കിയിട്ട് ആദ്യം ഇവിടെ ചെങ്കല്ലിട്ട് കെട്ടിന്ന് പിന്നെ ഇവിടെ കരിങ്കല്ലെല്ലാം മാറ്റി കെട്ടണം മലയാളിമാർ പറഞ്ഞപ്പോൾ എന്താണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കയറി ഫുള്ള് സെറ്റാക്കിയിട്ട് അപ്പോൾ നല്ല ഉറച്ച സ്ഥലമാണ്, സെറ്റ് സ്ഥലമാണ്. കണ്ടില്ല അപ്പോൾ ഞങ്ങൾ താത്തിക്കുണ്ടാക്കി നല്ല സെറ്റപ്പാക്കി പെർഫെക്റ്റ് ആക്കിയാണ്. അതിൻ്റെ അടിയിൽ ഇതാ ഇവർക്ക് ഈ സൈഡ് ഒന്ന് വൃത്തിയാക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്ത് ഈ പെരക്കാർക്ക് ഒന്ന് വൃത്തിയാക്കി കൊടുത്തു പോയിട്ടോ. നല്ല സെറ്റാക്കിയിട്ട് വൃത്തിയാക്കി കൊടുത്തിങ്ങനെ. ഓക്കെ ഇതുണ്ട് ഞങ്ങൾ ഇവിടെ ഫുള്ളാണ്ട് നല്ല വൃത്തിയാക്കി കൊടുത്ത് ഇതിങ്ങനെ ഈ കെട്ട് ഇങ്ങനെ കയറ്റി കെട്ടാൻ നല്ല സെറ്റാവും, നല്ല വൃത്തിയാവും മാഷാ അല്ലാ. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിങ്ങനെ കെട്ടാൻ എന്തെങ്കിലും എന്തായാലും തിരിച്ച് നിർത്താകുമ്പോൾ ആ ബാക്കി ഒരാവണ കാലത്താണ്ട് കെട്ടിക്കോളെന്ന് വിചാരിക്കണം ഇൻഷാ അല്ലാ. അപ്പോൾ ഇങ്ങനെ തിരിച്ച് നിർത്തി കൊടുത്താൽ ഓരോ അതിരായും ചെയ്ത് ഇവരെ അതിരായും ചെയ്ത് കായ് സെറ്റപ്പായി ഇൻഷാ അല്ലാ. നോക്കുമ്പോൾ എന്താണ് ഓക്കെ. പിന്നെ ഇവിടെ നിന്നൊരു കെട്ട് ഇങ്ങോട്ട് കെട്ടാണ് കേട്ടോ, ചെറിയ കുറഞ്ഞ ഭാഗമുള്ളൂ. ഇവിടെ നമുക്ക് ഇത് ഉറപ്പായതുകൊണ്ട് തന്നെ കയറിയിട്ട് ചെങ്കല്ല് അവിടെ കെട്ടി കൊടുത്താൽ പറ്റും. ചെങ്കല്ലിട്ടാണ് എന്ത് ചെയ്യുക, ബെൽറ്റ് ഇട്ട് കൊടുക്കുക മേലെ കൂടി. ഈ ബെൽറ്റ് ഇങ്ങോട്ട് പറപ്പിച്ചാൻ പറ്റും നോക്കാം. ഓക്കെ ഇതെന്തിനാ അങ്ങനെ ചെരിച്ചിട്ടുണ്ട് ജമീറെന്ന് വെച്ചു, ഈ കരിങ്കല്ല് പരമാവധി ഇങ്ങോട്ട് ബാക്കിൽ കയറിയിട്ട് ഇവിടെ ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതാ അതാ നല്ല വെച്ചിട്ടാണ് കേട്ടോ. ഇങ്ങോട്ട് എന്ത് ചെയ്ത് ഇങ്ങനെ ചെരിച്ച് ഇങ്ങോട്ട് കയറ്റി റാമ്പടിച്ച് ഇങ്ങനെ ചെറുതായിട്ട് ഇറങ്ങുമ്പോൾ തന്നെ റാമ്പടിച്ച് ഇറങ്ങാൻ പറഞ്ഞാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തിങ്ങനെ നമ്മൾ ഇറ്റാച്ചിക്കാരൻ കറക്റ്റായിട്ട് എന്ത് ചെയ്തിങ്ങനെ റാമ്പടിച്ചിട്ട് ഇറങ്ങിയിട്ട് കറക്റ്റ്. ഓക്കെ എന്ത് ചെയ്യണം, കരിങ്കല്ല് വരെയായിരിക്കണം. ഇവിടെ കുറച്ച് കരിങ്കല്ലുണ്ട്, പക്ഷെ അതും ഇത് നമ്മളെ വീട്ടിലത്തെ കിണർ പൊട്ടിച്ച കരിങ്കല്ലാട്ടോ. കുറേ ഏറെക്കുറെ അതിൽ കുറേ ഉണ്ട്. ഒക്കെ അടിയിൽ പോകണം, അടിയിലും ഉള്ളിലൊക്കെ ആയിട്ട് പോകണം.